ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെ കേസ് ഇന്ന് കോടതിയിൽ തീർപ്പാവുകയാണല്ലോ എന്ന് രാജീവ് ഗോകുലിനോട് വന്ന് അന്വേഷിച്ചപ്പോൾ ഗോകുല് പറഞ്ഞു, എന്തായാലും ന്യായത്തിനായിരിക്കാം ഇന്ന് വിജയമുണ്ടാവുക. അതുകൊണ്ട് ആര് വിജയിക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എന്ന് ഗൂഗിൾ അറിയിക്കുമ്പോൾ അത് കേട്ട രാജീവ് പറഞ്ഞു, എന്തായാലും അഡ്വക്കേറ്റ് കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കോടതി ഒരു വിധി പ്രഖ്യാപിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അളിയന്റെ ആ റിപ്പോർട്ടിലും ഇതിൽ സ്വാധീനം ചെലുത്താൻ കഴിയും, അതിൽ യാതൊരു സംശയവുമില്ല. സത്യത്തിൽ ന്യായത്തിന്റെ ഭാഗം നോക്കിയാൽ അത് സച്ചിക്ക് തന്നെയാണ് കിട്ടേണ്ടത്, സച്ചി തന്നെയാണ് വിജയിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഗൂഗിളും പറഞ്ഞു, എന്റെ ആഗ്രഹവും അത് തന്നെയാണ്, സച്ചിയുടെ കുടുംബം തന്നെ ജയിക്കണം, സച്ചിയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമുള്ളത്. ഇനി കോടതിക്ക് അതിൻ്റെതായ ചില തെളിവുകളുടെയും കോടതി കണ്ടെത്തുന്ന ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിധി കൽപ്പിക്കാറുള്ളത്. അതിൽ എനിക്ക് ഒരിക്കലും എൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിധി വരികയെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. എന്തായാലും ന്യായം ആരുടെ ഭാഗത്താണോ അവർ വിജയിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് രാജീവിനോട് അർച്ചനയോടുമായിട്ട് ഗൂഗിൾ അറിയിച്ചു. അർച്ചന അപ്പോഴേക്കും അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഗൂഗിൾ ചോദിച്ചു, എന്തു പറ്റിയടോ, താനെന്താ ആലോചിച്ചത്? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അല്ല, ഗൂഗിൾ നൽകിയ റിപ്പോർട്ട് അത് തീർച്ചയായിട്ടും സച്ചിയുടെ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയൊരു ഗൂഗിൾ നൽകിയ ആ സത്യസന്ധമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലേ നിയമം ഏത് രീതിയിൽ വളച്ചൊടിച്ചാൽ പോലും സത്യം ഏതായാലും അതല്ലേ വിജയിക്കൂ എന്ന് ചോദിച്ചപ്പോൾ അതെ, താനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് എന്ന് ഗൂഗിൾ അറിയിച്ചു. അർച്ചന അപ്പോഴേക്കും ചിന്തിച്ചു, അപ്പോൾ ഇന്നത്തെ ദിവസം അവന്തികയുടെ തോൽവി സമ്മതിക്കുന്ന ദിവസമാണ്. അവന്തിക എന്നേക്കുമായി തോറ്റുമടങ്ങും. ആ കാഴ്ചയാണ് ഇന്ന് കാണാൻ പോകുന്നതെന്ന് ആലോചിച്ച് അർച്ചന നിൽക്കുമ്പോൾ ഗോകുല് ചോദിച്ചു, എന്താടോ താൻ ആലോചിക്കുന്നത്? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ഇന്നത്തെ ആ വിധി എന്തായിരിക്കുന്നതിനെ കുറിച്ച് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയതാണെന്ന് അർച്ചന പറയുമ്പോഴേക്കും, എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെടോ എന്ന് പറഞ്ഞ് ഗോകുൽ യാത്ര പറഞ്ഞ് ഇറങ്ങി. ഗോകുല് അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന ഗോകുലിനെ യാത്ര അയക്കാനായി വാതിക്കലേക്ക് ചെന്നതും ഗോകുല് പറഞ്ഞു, എടോ ഞാൻ ഇറങ്ങും കേട്ടോ എന്ന് പറഞ്ഞ് ഒന്ന് ചിരിച്ച് പുഞ്ചിരിച്ച് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഈ കാഴ്ച കണ്ടതോടെ അടുത്ത് നിന്ന് രാജീവ് പറഞ്ഞു, എന്തായാലും ന്യായത്തിനാണ് ഇന്ന് വിജയം ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ സച്ചിക്ക് തന്നെയാണ് ഇന്ന് തീർച്ചയായിട്ടും വിജയമുണ്ടാവുക. പക്ഷേ ഇപ്പൊ ഇവിടുന്ന് സന്തോഷത്തോടെ പോയ ആ സാധു മനുഷ്യന്റെ ജീവിതത്തിൽ ശരിക്കും വില്ലനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സച്ചി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു, ആർക്കും എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ തട്ടിയെടുത്താലും അത് ആർക്ക് അർഹതപ്പെട്ടതാണോ അത് അവരിലേക്ക് തന്നെ ചേരും, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് ഞാൻ രാജീവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് അർച്ചന അകത്തേക്ക് കയറിയതും രാജീവ് ശരിയെന്ന് പറഞ്ഞ് തല കുലുക്കുമ്പോൾ രാജീവിന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നുദിച്ചത് ഈ അർച്ചനയുടെ വാക്കുകളായിരുന്നു. അപ്പോൾ അർച്ചന എത്രയും വേഗം സച്ചിയുടെ അരികിലേക്ക് തിരികെ പോകും, അതാണ് അർച്ചന പറഞ്ഞതിന്റെ അർത്ഥം എന്ന് രാജീവ് തിരിച്ചറിഞ്ഞു. ഇനി അധിക നാൾ ഈ കുടുംബത്തിന്റെ സന്തോഷം ഉണ്ടാവുകയില്ല എന്ന് അതിൽ നിന്ന് രാജീവ് മനസ്സിലാക്കി. അവന്തികയും സച്ചിയും കോടതിയിൽ അന്നത്തെ കേസ് വാദിക്കുന്നതിനായിട്ട് അവർ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു. കേസ് വിസ്താരം നടക്കുന്നതിന് മുൻപ് കോടതി മുറിയിൽ കയറിയിരുന്ന സച്ചിയെ രൂക്ഷമായി നോക്കുകയായിരുന്നു അവന്തിക. അതിനുശേഷം ജഡ്ജി കേസ് വാദിക്കാനായിട്ടുള്ള അനുമതി നൽകി. ആദ്യം തന്നെ ഡിഫൻസ് കൗൺസിലിന് പറയാനുള്ളത് പറയാമെന്ന് അറിയിച്ചപ്പോൾ അവന്തികയുടെ ഭാഗത്തുള്ള ന്യായം എന്താണെന്ന് ഡിഫൻസ് കൃത്യമായി അവിടെ എല്ലാവർക്കും മുന്നിൽ അത് വെളിപ്പെടുത്താനായി ശ്രമിച്ചു. ഡിഫൻസ് കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രധാനപ്പെട്ട നീക്കം എന്തെന്ന് വെച്ചാൽ അത് അവന്തികയുടെ പേരിലേക്ക് ഇതിനു മുമ്പേ തന്നെ ഈ പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്തതാണെന്നും അത് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ മൂത്ത മരുമകളായ അവന്തികയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് സേതുമാധവൻ സ്വയം എഴുതി കൊടുത്തതാണ് ഈ സ്വത്തുക്കളെന്നും അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ പോലും അത് നമ്മുടെ കൃത്യമായി ഈ സിഗ്നേച്ചർ എല്ലാ രീതിയിലും ഇവിടെ കോടതിക്ക് മുന്നിൽ അത് പ്രൂവ് ചെയ്യപ്പെട്ടതാണെന്നും ഇതിന്റെ കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ നേരത്തെ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണെന്നും അദ്ദേഹം അറിയിച്ചു. എങ്കിലും കോടതിക്ക് ഒരിക്കൽ കൂടി കാണുന്നതിലേക്കായി അന്ന് സേതുമാധവൻ നൽകിയിരിക്കുന്ന ആ സൈൻ അത് ജെനുവിൻ ആയിട്ടുള്ളതാണെന്നും അത് അദ്ദേഹത്തിന്റെ തന്നെ സൈൻ ആണ് എന്നും ഇവിടെ ഫോറൻസിക് ലാബിൽ നിന്ന് കൃത്യമായി എക്സാമിനർ അത് ടെസ്റ്റ് ചെയ്തതിന്റെ റിപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കയ്യിലേക്ക് കൊടുത്തു. അത് എക്സാമിൻ ചെയ്തതിന്റെ ആ റിപ്പോർട്ട് കിട്ടിയതും അത് ശരിയാണെന്ന് കോടതിയെ സമ്മതിച്ചു. അങ്ങനെ ഇത് സച്ചിയുടെ അച്ഛൻ സേതുമാധവൻ ഇവിടുത്തെ
കക്ഷിയായ സച്ചിയുടെ വാദിയായ സച്ചിയുടെ അച്ഛൻ സേതുമാധവൻ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി കൊടുത്ത സ്വത്തുവകകളാണെന്നും അതിന്റെ മേൽ ഉന്നയിക്കുന്ന യാതൊരു തെറ്റുകുറ്റങ്ങളും അവന്തിക എന്ന എന്റെ കക്ഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡിഫൻസ് കൗൺസിൽ അതിനെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ അതിന് കിട്ടിയ എവിഡൻസുകൾ നൽകുന്നത് കേട്ടപ്പോൾ ആരതി പറഞ്ഞു ഒബ്ജക്ഷൻ എന്നറിയിച്ചു. ഒബ്ജക്ഷൻ എന്താണെന്നുള്ള കാര്യം കൃത്യമായി വെളിപ്പെടുത്താൻ ആരതിയോട് ജഡ്ജി ആവശ്യപ്പെട്ടപ്പോഴേക്കും ഈ ഇതിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന സൈനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആരതി പറഞ്ഞു, സർ, ആ സൈൻ ചെയ്തതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ആ സിഗ്നേച്ചർ അദ്ദേഹത്തിന്റെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം സൈൻ ചെയ്യാനിടയായ സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ കൃത്യമായി നമ്മൾ ചിന്തിക്കേണ്ടത്. സന്തോഷത്തോടെ ഒരാൾ ചെയ്യുന്ന ആ സിഗ്നേച്ചറും ഇനി അതെല്ലാം അയാൾ ആരുടെയെങ്കിലും പ്രേരണയാൽ ആരുടെയെങ്കിലും നിർബന്ധത്താലാണ് ആ സൈൻ ചെയ്തതെന്നും അങ്ങനെ ജീവന് ഭീഷണി ഉയർത്തി അങ്ങനെ ഒരു സിഗ്നേച്ചർ അദ്ദേഹത്തെ കൊണ്ട് ഇടിപ്പിച്ചെങ്കിൽ അതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ ഒരാളെ ക്രൂരമായി അയാളെ ഫോഴ്സ് ചെയ്ത് അയാളുടെ സ്വത്തുവകകൾ മറ്റൊരാളിലേക്ക് മാറ്റി എഴുതിക്കുന്നതിന്റെ അത് വലിയൊരു ക്രിമിനൽ കുറ്റമല്ലേ സർ എന്നതായിരുന്നു ജഡ്ജിയോടുള്ള ആരതിയുടെ വാദം. അത് കേട്ടതും അദ്ദേഹം ആരതിക്ക് അത് വാദിക്കാനുള്ള അനുമതി നൽകി. തനിക്ക് ഈ വാദമുഖങ്ങൾ ഇവിടെ ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് തനിക്ക് തീർച്ചയായിട്ടും കഴിയുമെന്നതായിരുന്നു ആരതിയുടെ മറുപടി. അത് കേട്ടതും ശരി, ഇനിയും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വാദിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ജഡ്ജ് അനുമതി നൽകിയതും തനിക്ക് ആദ്യം തന്നെ ഇവിടെ വിസ്തരിക്കാനായിട്ട് ഇതിൽ സച്ചി പറഞ്ഞിരിക്കുന്ന പ്രതിയായിട്ടുള്ള അവന്തികയെ ഒരിക്കൽ കൂടി തനിക്ക് വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവന്തികയുടെ വക്കീൽ പറഞ്ഞു ഇതിനു മുൻപ് തന്നെ തൻ്റെ കക്ഷിയെ ഒന്ന് വിസ്തരിച്ചിട്ടുള്ളതാണ് എന്ന്. അതിൻ്റെ ആവശ്യകത ഇനി ഇല്ല എന്ന് വക്കീൽ ആവശ്യപ്പെടുമ്പോൾ അത് കേട്ട ജഡ്ജി പറഞ്ഞു, അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, ഇവിടെ അങ്ങനെ ഒരു അനുമതി നൽകേണ്ടതും ഞാനല്ലേ. എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം ഇവർക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആവശ്യം ഇവർക്കുണ്ടെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ് അവന്തികയെ കേസ് വാദിക്കുന്നതിനെ, അവന്തികയെ ചോദ്യം ചെയ്യാനായി വിസ്തരിക്കാനായി ആരതി പറഞ്ഞതിന് പ്രകാരം കോടതി അതിനുള്ള അനുമതി നൽകി. സച്ചി ഇതുവരെ അവന്തിക കൈവശപ്പെടുത്തിയിരിക്കുന്ന ഈ സ്വത്തുവകകളൊക്കെ അവന്തികയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അദ്ദേഹം എഴുതി കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇത്രയും നാളും, അതായത് സേതുമാധവൻ മരണപ്പെടുന്ന ആ ദിവസം വരെ സേതുമാധവന്റെ മക്കളായിട്ടുള്ള 3 ആൺമക്കളും ഒരു പെൺകുട്ടിയും അടങ്ങിയ അവരുടെ 4 മക്കളിൽ ആരും തന്നെ ഇന്നേ വരെ സേതുമാധവനുമായി സ്വത്ത് തർക്കത്തിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല അവന്തികയെ ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നെല്ലിശ്ശേരിയുടെ സ്ഥാപനങ്ങളെല്ലാം തന്നെ അന്നുവരെ സേതുമാധവന്റെ മക്കളായ 3 ആൺമക്കളും ചേർന്നാണ് നടത്തി പോന്നിരുന്നത്. അത് പിന്നീട് ഇവര് സ്വന്തം അവകാശത്തിൽ തൻ്റെതാണ് എന്ന അധികാരത്തിൽ ഇവർ ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് ഇവർക്ക് സേതുമാധവൻ എഴുതി കൊടുത്തതാണെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് വലിയൊരു ചതിയാണെന്നും വലിയൊരു ക്രൂരതയായിരുന്നു എന്നുമുള്ള കാര്യം ആരതി കോടതിയോട് വെളിപ്പെടുത്തുമ്പോൾ അത് വിസ്തരിക്കാനായിട്ട് അവന്തികയെ തനിക്ക് സാക്ഷിക്കൂട്ടിൽ കിട്ടണമെന്ന ആരതിയുടെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ആരതിയോട് അവന്തികയെ വിസ്തരിക്കാൻ ആരതിയെ സാക്ഷിക്കൂട്ടിലേക്ക് കോടതി വിളിച്ചു. ഈ സമയത്ത് കൃത്യമായി അവിടുത്തെ വാദപ്രതിവാദങ്ങൾ കേൾക്കാനായി പർദ്ദ അണിഞ്ഞുകൊണ്ട് അർച്ചന കോടതി മുറിയിലേക്ക് വന്നെത്തുകയാണ്. എല്ലാവരും ആരതിയുടെ വെളിപ്പെടുത്തലുകൾ കേട്ടങ്ങനെ നിൽക്കുമ്പോൾ അവന്തികയെ വിസ്തരിക്കാനായി മുറിയിൽ കോർട്ടിലെ സാക്ഷിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തുമ്പോഴേക്കും അവന്തിക ആകെ താൻ വിജയിക്കുകയുള്ളൂ എന്ന അഹങ്കാരത്തിൽ അവന്തിക സത്യം പ്രസ്താവനയൊക്കെ നടത്തി നേരെ ആ കൂട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് അർച്ചന പതിയെ സച്ചിക്ക് പിന്നിലായി അവിടെ വന്നിരിക്കുന്നത്. അവന്തികയെ ശരിക്കും ആരതി പൊളിച്ചെടുക്കുന്ന കാഴ്ച കാണാനായിട്ട് അവിടെ സാക്ഷിയായി വന്നിരുന്ന അർച്ചന അവന്തികയോടുള്ള ആരതിയുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് അവന്തിക നൽകുക എന്ന അതിശയത്തോടെയാണ് എല്ലാവരും കാത്തിരുന്നത്. ആദ്യം തന്നെ ആരതി അവന്തികയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഇടത് കൈ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടി. എന്താ കാര്യം എന്നറിയാതെ സംശയപ്പെട്ട് നോക്കുമ്പോൾ ഒന്ന് കാണിക്കൂ, ഇടത് കൈയിലെ ഉള്ളം കൈ ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞതും അവന്തിക ചോദിച്ചു, എന്തിനാ അത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്ന് കാണിക്കുക എന്നറിയിച്ചു. പെട്ടെന്ന് അവന്തിക ആ കൈ അങ്ങ് കാണിച്ചതും അവന്തികയുടെ കയ്യിലെ രേഖകളൊക്കെ ഒന്ന് നോക്കുകയാണ് ആരതി. ഉടനെ അവന്തിക ചോദിച്ചു, അല്ല മേഡം പഠിച്ചത് നിയമമോ അതോ കൈരേഖ ശാസ്ത്രമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് കേട്ട് ആരതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രണ്ടും ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ആരതിയുടെ ആ
അവന്തികയുടെ ഈ രേഖാശാസ്ത്രം വെച്ച് ചില മനുഷ്യരെ നമുക്ക് വിലയിരുത്താനും കഴിയും. അതാ ഞാൻ ചോദിച്ചത്. എന്തായാലും ഭാഗ്യരേഖയിൽ വല്ലാത്ത മങ്ങലേറ്റിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവന്തിക ഒരു ഞെട്ടലോടെ അവിടെ നിന്ന് ജഡ്ജിയെയും മറ്റുമൊക്കെ ഒന്ന് നോക്കി. ഉടനെ ഭാഗ്യരേഖയ്ക്ക് മാത്രമല്ല, ആയുർരേഖയിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ മുഖത്തിന്റെ ഈ മുഖലക്ഷണം കണ്ടാലും പറയാൻ കഴിയും നിങ്ങൾ ഒരു നല്ല സ്ത്രീയല്ല, നല്ല ചിന്താഗതിക്കാരിയല്ല എന്നൊക്കെ ആരതി പറഞ്ഞത് കേട്ടപ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് പൈശാചികമായിട്ടുള്ള ചിന്താഗതികളോടെ മുന്നോട്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട അവന്തിക ചോദിച്ചു, ഇതെന്താ ഇത്? ഇവിടെ കൈരേഖാശാസ്ത്രം വെച്ചാണോ ഓരോന്നും തെളിയിക്കുക എന്ന് അവന്തിക ചോദിക്കുമ്പോഴേക്കും ആരതിയോട് അവിടുന്ന് ജഡ്ജി ചോദിച്ചു, ഇതിനൊക്കെ എന്താ തെളിവുള്ളത്? ഇതൊക്കെ നമ്മൾക്ക് തെളിവുകളായിട്ട് എടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ വക്കീലെ എന്ന് ആരതിയോട് അന്വേഷിച്ചപ്പോഴേക്കും ഉടനെ ആരതി പറഞ്ഞു, ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഈ രേഖാശാസ്ത്രത്തിലും ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമല്ലോ, അതുകൊണ്ട് ഒന്ന് ഞാൻ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കാം. ഇവിടെ അവന്തിക പറഞ്ഞിരിക്കുന്നത് അവന്തികയാണ് ഏറ്റവും കൂടുതൽ സേതുമാധവൻ സ്നേഹിച്ചിരുന്നാണ്. മരുമക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം അവന്തികയോടായിരുന്നു എന്നാണ് ഇന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് തന്ന വക്കീല്, അവന്തികയുടെ വക്കീല് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, സർ, ഇവിടെ എൻ്റെ കക്ഷിയെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവിടെ നിന്ന് ജഡ്ജി ചോദിച്ചു, അതിന് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും വക്കീല് പറഞ്ഞിട്ടില്ലല്ലോ, എന്തായാലും വാദം തുടരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവന്തികയുടെ നേരെ ആരതി തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ ഫാദറിലോ നിങ്ങളുടെ പേരിലേക്ക് സ്വത്തുവകകൾ എഴുതി വെച്ചു എന്ന് പറഞ്ഞു. എന്നാൽ അതിനു മുൻപേ തന്നെ സച്ചിയും അർച്ചനയും ദത്തെടുത്ത ഇന്ദു എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിന്റെ പേരിൽ അതിനു മുൻപേ തന്നെ സേതുമാധവൻ അദ്ദേഹത്തിന്റെ ഷെയറിൽ 10 ഭാഗത്തോളം ഷെയറുകൾ അവർ എഴുതി വെച്ചിരുന്നു. മാത്രമല്ല ഇവർക്ക് അദ്ദേഹത്തിന് മക്കളുടേതായിട്ടുണ്ടായിരുന്ന ഷെയറുകളൊക്കെ ഇവർ മനഃപൂർവ്വം കള്ള സാക്ഷികൾ, കള്ള രേഖകൾ ഉണ്ടാക്കി അതിലൂടെ എല്ലാം തട്ടിയെടുക്കുകയാണ് അവന്തിക ചെയ്തിട്ടുള്ളത് എന്ന് അവിടെ നിന്ന് ആരതി വെളിപ്പെടുത്തി. എല്ലാം കേട്ട് കഴിഞ്ഞതും മറുപടി പറയാനില്ലാതെ അവന്തിക അങ്ങനെ നിൽക്കുമ്പോൾ ആരതി തൻ്റെ കയ്യിലിരുന്ന ആ പേപ്പറുകൾ, തൻ്റെ കയ്യിലുള്ള ആ എവിഡൻസുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. ഇതിൽ സേതുമാധവൻ തൻ്റെ പേരക്കുട്ടിയായി അർച്ചനയും സച്ചിയും ദത്തെടുത്ത ഹിന്ദു എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ പേരിൽ 10% ഷെയർ അദ്ദേഹം അന്നേ തന്നെ എഴുതി വെച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം പേരക്കുട്ടിയായിട്ടുള്ള സന്ദീപിന്റെയും ആതിരയുടെയും കുഞ്ഞായ അമ്മുവിന്റെ പേരിലും അദ്ദേഹം 10% ഷെയറുകൾ എഴുതി വെച്ചിരുന്നു. ഇതെല്ലാം തന്നെ അദ്ദേഹം എഴുതി വെച്ചിരിക്കെ തന്നെയാണ് ആ ഷെയറുകളും എല്ലാം ഉൾപ്പെടെയാണ് അവന്തിക തൻ്റെ പേരിലേക്കാക്കി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, തൻ്റെ പേരിലേക്കാക്കി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടതും അവന്തികയോട് കോടതി ചോദിച്ചു, ഇത് ശരിയാണോ, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അല്ല, ഇതൊന്നും സത്യങ്ങളല്ല എന്ന് പറഞ്ഞ് അവന്തിക അതേ എതിർക്കുമ്പോഴേക്കും ആരതി പറഞ്ഞു, ഇത് മാത്രമല്ല മൈലോഡ്, അന്ന് ചില കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. സേതുമാധവനെയും കുടുംബത്തെയും സ്വത്തുവകകളെല്ലാം തൻ്റെ പേരിൽ സേതുമാധവൻ എഴുതി വെച്ചു എന്ന് പറഞ്ഞ് അന്ന് അവന്തിക അവരെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. സേതുമാധവൻ വളരെയേറെ പ്രിയപ്പെട്ടവളായി മാറിയിരുന്ന ഈ അവന്തിക എന്ന തൻ്റെ മൂത്ത മരുമകൾ അന്ന് സ്വത്തുവകകൾ തൻ്റെ പേരിലായതിനു ശേഷം എന്തിനാണ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചത്? അതുമാത്രമല്ല, അന്ന് ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ എന്ന് അവന്തികയോട് ആരതി ആവശ്യപ്പെട്ടു. അത് കേട്ടെന്ന് സച്ചി പറഞ്ഞു, പറയട്ടെ, അവൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവന്തികയ്ക്ക് പറയാൻ കഴിയില്ല. ആരതി വക്കീൽ അവളെ കുടുക്കി എന്ന് പറഞ്ഞ് സച്ചിയും കൂട്ടുകാരൻ ബിജുവും കൂടി അങ്ങനെ ബിജുക്കുട്ടനും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടു പിന്നിൽ അതെല്ലാം കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അർച്ചന. അപ്പോഴേക്കും അവന്തിക്ക് മറുപടി ഇല്ലാതായപ്പോൾ ആരതി പറഞ്ഞു, ഞാൻ പറയാം, ആ കുടുംബത്തെ മൂത്ത മരുമകളായി എത്തിയ അവന്തികയേക്കാൾ ഏറെ സേതുമാധവൻ സ്നേഹിച്ചിരുന്നത്, സേതുമാധവന് ഏറ്റവും പ്രിയപ്പെട്ടവളായ മരുമകളായി നിന്നിരുന്നത് സേതുമാധവന്റെ രണ്ടാമത്തെ മകനായ സച്ചിയുടെ ഭാര്യ അർച്ചനയായിരുന്നു. അതായത് ഇളയ മരുമകളോടായിരുന്നു സേതുമാധവൻ ഏറ്റവും കൂടുതൽ സ്നേഹം. അന്ന് സേതുമാധവനെയും കുടുംബത്തെയും അന്ന് പോലീസിന്റെ സഹായത്തോടു കൂടി പോലീസിനെ വിളിച്ചു വരുത്തി ബലപ്രയോഗത്തിലൂടെയാണ് അന്ന് നെല്ലിശ്ശേരി വീട്ടിൽ നിന്നും സേതുമാധവനെയും കുടുംബത്തെയും അവന്തിക പുറത്താക്കിയത്.
പ്രിയപ്പെട്ട മരുമകളായ അവന്തിക എന്തിന് അന്ന് അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യണം? അതുമാത്രമല്ല, അന്ന് പുറത്താക്കപ്പെട്ട സേതുമാധവൻ വേദനയോടെ പുറത്തിറങ്ങിയപ്പോൾ അന്ന് സേതുമാധവന് അറ്റാക്ക് ഉണ്ടാവുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായി ഒരു വണ്ടിയെങ്കിലും വിട്ടുതരണമെന്ന് പറഞ്ഞ് ഗേറ്റിന് വെളിയിലാക്കപ്പെട്ട ആ നിമിഷത്തിൽ ആ ഇളയ മരുമകളായ അർച്ചന ഇവരോട് കേണപേക്ഷിച്ചു, ഇവരെ കാല് പിടിച്ച് അവന്തികയോട് യാചിച്ചു. പക്ഷേ ഒരു വണ്ടി പോലും അന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അത്രത്തോളം ക്രൂരമായ പ്രവൃത്തികൾ ചെയ്തു കൂട്ടിയ സ്ത്രീയാണ് ഈ നിൽക്കുന്ന അവന്തിക എന്ന് ആരതി കോടതിക്ക് മുന്നിൽ വാദിച്ച് വെളിപ്പെടുത്തുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കാനാകാതെ അവന്തിക ആകെ ടെൻഷനിൽ നിൽക്കുമ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലായിരുന്നു ആ നിമിഷം ഇവരും. അവന്തിക തൻ്റേതാണ് ഈ സ്ഥാപനങ്ങളെന്നും തൻ്റെ പേരിലുള്ളതാണ് ഈ സ്വത്തുവകകളെന്നും വീണ്ടും വാദിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്തിക ഹാജരാക്കിയ പുതിയ തെളിവുകളെക്കുറിച്ചായിരുന്നു ആരതി കോടതിക്ക് മുന്നിൽ അടുത്ത വിശദീകരണം നൽകിയത്. ആ നിമിഷം ജഡ്ജ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ ആരതി പറഞ്ഞു, ഇവർ എത്തിച്ചിരിക്കുന്ന പുതിയ തെളിവുകൾ വ്യാജമാണെന്നതാണ് താൻ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്നും. അവന്തിക പറഞ്ഞിരിക്കുന്നത്, അവന്തിക അസോസിയേറ്റ്സ് അവർ പുതിയതായി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഉണ്ടാക്കിയെടുത്ത സ്ഥാപനമെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു ലോൺ ഇവർ ഒരിക്കലും ബാങ്കിൽ നിന്ന് എടുത്തിട്ടില്ല എന്നത് വ്യക്തമായി ആ ബാങ്കുമായി കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരുടെ അതോറിറ്റി തന്ന പേപ്പേഴ്സാണ് ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അത് കോടതിക്ക് മുന്നിലേക്ക് വെളിപ്പെടുത്തി. ഇത് കണ്ടതും എന്താ അവന്തിക, നിങ്ങളെ കുറിച്ച് പറയുന്നത് സത്യമാണോ എന്ന് കോടതി അന്വേഷിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, അല്ല മൈ ലോർഡ്, ഇതൊക്കെ നുണയാണ്. ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്, എനിക്ക് ലോൺ ഉണ്ട് ബാങ്കിൽ നിന്ന് എന്ന് അവന്തിക ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടതോടെ ആരതി പറഞ്ഞു, അതെ, ഇവർ ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷേ അവന്തിക അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം തുടങ്ങി 6 മാസങ്ങൾക്ക് ശേഷമാണ് ഇവർ അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളും ഈ പേപ്പേഴ്സിലുണ്ട് സർ എന്ന് പറഞ്ഞ് അത് കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. അതോടെ ഇത്രയും നേരം വാദങ്ങൾ ഉന്നയിച്ച് ജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ നിന്ന അവന്തികയുടെ കള്ളങ്ങളെല്ലാം പൊളിച്ചടുക്കിയ ആ അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ട് നിന്നപ്പോഴാണ് അവന്തികയോട് അന്ന് നെല്ലിശ്ശേരിയിൽ നിന്ന് സേതുമാധവനെ ഇറക്കി വിടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ആരതി വീണ്ടും ചോദിച്ചത്. സത്യത്തിൽ സേതുമാധവൻ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ നിങ്ങളാണെന്നല്ലേ പറയുന്നത്, അത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേരിലേക്ക് അദ്ദേഹം ഈ സ്വത്തുക്കൾ മുഴുവൻ എഴുതി വെച്ചതെന്ന് ആരതി അന്വേഷിച്ചു. അത് എന്നോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നും താനാണ് ഏറ്റവും പ്രിയപ്പെട്ട മരുമകളെന്നും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയിരുന്നത് താനായിരുന്നുവെന്നും അവന്തിക പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും സേതുമാധവന്റെ പ്രിയപ്പെട്ട മരുമകളായ നിങ്ങൾ എന്തിനാണ് അന്ന് അത്രയേറെ പ്രിയപ്പെട്ടവനായ ഈ മരുമകൾ അത്രത്തോളം പ്രിയപ്പെട്ടവനായ സ്വന്തം അമ്മായിയച്ഛനെ കുടുംബത്തെയും പോലീസിന് സഹായത്തോടെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? എന്താണ് അന്ന് സംഭവിച്ചതെന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും അവന്തികയ്ക്ക് മറുപടി ഒന്നും പറയാനില്ലാതെ ആകെ നാശമായി, ഒന്നും സംസാരിക്കാനില്ലാതെ ആകെ നാണം കെട്ട് നിൽക്കുന്ന അവന്തികയുടെ ആ നിൽപ്പ് കണ്ട് അപ്പോഴേക്കും ആരതി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. അതോടെ സച്ചി സന്തോഷത്തോടെ ബിജുക്കുട്ടനെ നോക്കുമ്പോൾ പിന്നിലിരുന്ന് അർച്ചന തൻ്റെ സച്ചിയേട്ടൻ്റെ സന്തോഷവും വിജയവും കണ്ട് ആശ്വസിച്ചു.